നമസ്കാരം. ഇറാന്റെ പരമാധികാരത്തിനും ദേശീയ താൽപര്യങ്ങൾക്കും മുന്നിൽ ലോകശക്തികളുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സമ്മർദ്ദ തന്ത്രങ്ങൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ ഒരു വിധത്തിലുള്ള അടിയറവ് പറയലും പ്രതീക്ഷിക്കേണ്ട. സ്വന്തം സുരക്ഷയ്ക്കും പുരോഗതിക്കും വേണ്ടി നടത്തുന്ന സിവിലിയൻ ആണവ സമ്പുഷ്ടീകരണ പരിപാടിയെ തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി. ഇതിലൂടെ വ്യക്തമാകുന്നത് രാജ്യത്തിന്റെ നിലപാടാണ്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും യുറേനിയം സമ്പുഷ്ടീകരണ പരിപാടി നിർത്തിവെക്കാൻ ഇറാൻ തയ്യാറല്ല. സമ്പുഷ്ടീകരണം പൂർണ്ണമായും സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും ഇറാന്റെ വാദം ലോക രാജ്യങ്ങൾക്ക് അംഗീകരിക്കേണ്ടതുണ്ട്. ജൂണിൽ നടന്ന അമേരിക്ക ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണങ്ങൾ ഇറാന്റെ സമ്പുഷ്ടീകരണ പദ്ധതിയെ പരാജയപ്പെടുത്തുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്നും അരാജി തുറന്നടിച്ചു. ഇറാന്റെ നിർണായകമായ സാങ്കേതിക വിദ്യ യാതൊരു കോട്ടവും കൂടാതെ സുരക്ഷിതമായി നിലനിൽക്കുന്നുണ്ട്. ഇത് ഇറാന്റെ സാങ്കേതിക മികവിനും ശക്തമായ പ്രതിരോധ സംവിധാനത്തിനുമുള്ള തെളിവാണ്. യുറേനിയം സമ്പുഷ്ടീകരണം നമുക്ക് തടയാൻ കഴിയില്ലെന്നും യുദ്ധത്തിലൂടെ നേടാനാകാത്തത് രാഷ്ട്രീയ മാർഗങ്ങളിലൂടെ നേടാൻ കഴിയില്ല എന്ന അരാജിയുടെ പ്രസ്താവന അന്താരാഷ്ട്ര വേദികളിൽ ഇറാന്റെ തല ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ്. സൈനികമായോ രാഷ്ട്രീയമായോ ഭീഷണിപ്പെടുത്തി ഇറാന്റെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കുള്ള ശക്തമായ മറുപടി കൂടിയാണിത്. പരോക്ഷ ചർച്ചകളിലൂടെ അമേരിക്കയുമായി ഒരു കരാറിലെത്താൻ ഇറാൻ ഇപ്പോഴും തയ്യാറാണ്. രാജ്യത്തിന്റെ അന്തസ്സിനും സുരക്ഷയ്ക്കും കോട്ടം വരുത്തുന്ന ഒരു വ്യവസ്ഥയും ഇറാൻ അംഗീകരിക്കില്ല എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. ഇറാന്റെ മിസൈൽ പദ്ധതി സംബന്ധിച്ച നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. സ്വന്തം പ്രതിരോധ ശേഷിയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഒരു പരമാധികാര രാജ്യത്തിന് ഭൂഷണമല്ല. ഇറാന്റെ മിസൈൽ പദ്ധതി ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. വർഷാരംഭത്തിൽ ഇസ്രയേൽ 12 ദിവസത്തെ ബോംബാക്രമണം ആരംഭിച്ചതിനെ തുടർന്ന് ഒമാൻ മധ്യസ്ഥത വഹിച്ച അമേരിക്ക ഇറാൻ ചർച്ചകൾ നിർത്തിവെച്ചത് സമാധാനപരമായ പരിഹാരത്തിനായുള്ള ശ്രമങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയത്. ഇറാൻ സ്വന്തം സുരക്ഷയുടെയും പുരോഗതിയുടെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് ലോകരാജ്യങ്ങൾക്ക് ഒരു സന്ദേശം നൽകുകയാണ്. ഭീഷണിക്കോ ഉപരോധങ്ങൾക്കോ സൈനിക നടപടികൾക്കോ രാജ്യത്തിന്റെ സ്വയം നിർണയാവകാശം കവർന്നെടുക്കാൻ കഴിയില്ല എന്ന ഇറാന്റെ വ്യക്തമായ നിലപാട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച